ഉപേക്ഷമണ്ണൂർ കേസായല്ലോ. സ്ത്രീത്വത്തെ അപമാനിച്ചടക്കമാണ് കേസ്. IT ആക്ട് അടക്കം ഇട്ടിട്ടുണ്ട്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ താങ്കൾ കേട്ടിരുന്നോ? കേട്ടിരുന്നു. അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടായിരുന്നോ ശ്രീ ബോബി ചെമ്മണ്ണൂർ? ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. അത് രണ്ട് ഉദ്ഘാടനത്തിന് വന്നിരുന്നു നമ്മുടെ. അപ്പൊ അവരുമായിട്ട് ഞാൻ പറഞ്ഞു, അതിന്റെ ഒരു സാദൃശ്യം ഞാൻ പറയുകയുണ്ടായി. പക്ഷെ അത് അവര് ആ സെൻസിൽ തന്നെ എടുത്തിട്ടുള്ളായിരുന്നു. എനിക്കറിയാമല്ലോ നീ ആ സ്പിരിറ്റിൽ എടുക്കത്തുള്ളൂ. കണ്ടോടാ, ഇത്രയേ ഉള്ളു കാര്യം. വഷളത്തരത്തിന്റെ ബ്രാൻഡ് അംബാസഡറെ പോലീസ് പൂട്ടി. കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കുന്തി ദേവി ആരാധിച്ചും നെക്സലേസ് മാലയുടെ പിന്നാമ്പുറം സ്വപ്നം കണ്ടും വഷളത്തരങ്ങൾ പിറുപിറുത്തും അശ്ലീല നൃത്തം ചെയ്തും അയാൾക്കിനി ജയിലിൽ കിടക്കാം. കലോത്സവ റിപ്പോർട്ടിംഗിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിനാണ് കേസ്. അരുൺകുമാർ സഭ്യമല്ലാത്ത രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന് കമ്മീഷൻ പറഞ്ഞു. എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. കലോത്സവത്തിൽ പങ്കെടുത്ത് ഒപ്പന അവതരിപ്പിച്ചതിൽ മണവാട്ടിയായി വേഷമിട്ട ഒരു കുട്ടിയോട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ഷാബാസ് നടത്തുന്ന ഒരു സംഭാഷണത്തിലാണ് ദ്വയാർത്ഥ പ്രയോഗമുണ്ടെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തിയത്. ആ ഒരു റിപ്പോർട്ടിംഗിൽ മാത്രമല്ല, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് നടന്ന വാർത്താവരണത്തിൽ റിപ്പോർട്ടർ ടിവിയിലെ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേസെടുക്കുകയാണെന്നും കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്താ അവതരണത്തിൽ ഡോക്ടർ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ സ്വമേധയാണ് കേസെടുത്തിട്ടുള്ളത്. പലരെയും പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ സത്യത്തിൽ സാറായിരുന്നില്ല അത്. കലോത്സവത്തിൽ പങ്കെടുത്ത് ഒപ്പന അവതരിപ്പിച്ചതിൽ മണവാട്ടിയായി വേഷമിട്ട കുട്ടിയോട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ നടത്തുന്ന സംഭാഷണത്തിന് മേലാണ് ദ്വയാർത്ഥ പ്രയോഗം എന്നുള്ളതാണ് കമ്മീഷൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവൂ. ഇത് സംബന്ധിച്ച് ചാനൽ മേധാവിയിൽ നിന്നും അതിനൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടി എന്നതുകൂടി ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ടും പിടിയും കിട്ടുന്നില്ല. ഹണി റോസിന്റെയും ബോബി ചെമ്മണ്ണൂരിന്റെയും കാര്യമൊക്കെ പറയുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത കൂടി വരുന്നത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അയ്യോ, പണി പാലും വെള്ളത്തിലാണല്ലോ കിട്ടിയത്. ഒരു മാധ്യമം തന്നെ ഒരു കുട്ടിക്കെതിരെ 18 വയസ്സ് തികയാത്ത ഒരു കുട്ടിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പ്രയോഗം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്.